നൽകുവാൻ കർത്താവിന്റെ ദാസി രേഷ്മ സിസ്റ്റർ തക്ക സമയത്ത് തന്നെ നമ്മുടെ മധ്യത്തിലുണ്ട്. അതുപോലെ തന്നെ അനുഭവ സാക്ഷ്യം പ്രസ്താവിപ്പാൻ രാജ്കുമാർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദേവദാസൻ വളരെ ശക്തമായി കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുന്നു. വളരെ അനുഗ്രഹകരമായ അനുഭവ സാക്ഷ്യമാണ് നമുക്കിന്ന് കേൾക്കാനുള്ളത്. ഇന്നത്തെ മീറ്റിംഗിൽ പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യുന്നതിന് വേണ്ടി അനുഗ്രഹീതയായ കർത്താവിന്റെ ദാസി ടിജി കോശി സിസ്റ്റർ നമ്മുടെ മധ്യത്തിലുണ്ട്. തുടർന്നുള്ള നിമിഷങ്ങൾ കർത്താവിന്റെ ദാസി പാട്ടുപാടി ആരാധനയിൽ നമ്മളെ നയിക്കും. ദേവദാസി അതിനായി ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഭാഗ്യത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം നാം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അതിൻ്റെ 4-ാം വാക്യത്തിൽ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവമോനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുവരിക്കുന്നു. ഹല്ലേലൂയ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചവൻ, നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഹല്ലേലൂയ ആമേൻ സ്തോത്രം തകർക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. ആമേൻ, ആമേൻ. ആ കർത്താവാണ് ആരാധനയ്ക്ക് യോഗ്യനായവൻ. ആ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇത്രമാത്രം സ്നേഹം നമ്മൾക്ക് വേണ്ടി ചൊരിഞ്ഞു തരുവാൻ നമുക്ക് യാതൊരു യോഗ്യതയും ഇല്ലായിരുന്നു. ഹല്ലേലൂയ. ആ സ്നേഹം നമ്മൾ തേടിപ്പോയതല്ല, നമ്മെ തേടി വന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഇത്ര സ്നേഹം ഞങ്ങൾക്ക് വേണ്ടി ചൊരിയുവാൻ അടിയനിൽ എന്തു നന്മ കണ്ടു നീ. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് നമ്മുടെ കർത്താവിനെ പാടി സ്തുതിക്കാം. ആമേൻ. ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം. Praise God. Hallelujah. Sotram, sotram, sotram. Itra sneham, itra sneham, itra sneham, meri vaan. Itra sneham, itra sneham, itra sneham. കണ്ടു നീര ശാഗര ആടിയനിൽ എന്തു നന്മ കണ്ടു നീര ശാഗര പാപിയിൽ പ്രധാനിയായി രുന്നയനെ രക്ഷിപ്പാൻ പാപിയിൽ പ്രധാനിയായി രുന്നയനെ രക്ഷിപ്പാൻ ശാപമൃത്യു ഏറ്റ നിന്നെ നിത്യകാലം വാഴ്ത്തും ഞാൻ. ശാപമൃത്യു ഏറ്റ നിന്നെ നിത്യകാലം വാഴ്ത്തും ഞാൻ. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം എരിവാൻ. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം എരിവാൻ. ആടിയനിൽ എന്തു നന്മ കണ്ടു നീര ശാഗര ആടിയനിൽ എന്തു നന്മ കണ്ടു നീര ശാഗര കൃപയാ
രക്ഷപ്പെട്ട പാപിയായ ഞാനിതാ കൃപയാലേ രക്ഷപ്പെട്ട പാപിയായ ഞാനിതാ ഹൃദയത്തിൽ ദൈവസ്നേഹം എരിവാൻ വാഞ്ചിക്കുന്നു ഹൃദയത്തിൽ ദൈവസ്നേഹം എരിവാൻ വാഞ്ചിക്കുന്നു ഇത്ര സ്നേഹം ഇത്ര സ്നേഹം ഇത്ര സ്നേഹം എരിവാൻ ഇത്ര സ്നേഹം ഇത്ര സ്നേഹം ഇത്ര സ്നേഹം എരിവാൻ അടിയനിൽ എന്തു നന്മ കണ്ടു നീര് ശാകരാ അടിയനിൽ എന്തു നന്മ കണ്ടു നീര് ശാകരാ ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ മനുഷ്യനായി പാടുപെട്ടു കുരിശിന്മേൽ മരിച്ചു ഇത്ര സ്നേഹം ഇത്ര സ്നേഹം ഇത്ര സ്നേഹം എരിവാൻ ഇത്ര സ്നേഹം ഇത്ര സ്നേഹം ഇത്ര സ്നേഹം എരിവാൻ അടിയനിൽ എന്തു നന്മ കണ്ടു നീര് ശാകരാ അടിയനിൽ എന്തു നന്മ കണ്ടു നീര് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ ഹല്ലേലൂയ എന്തു നന്മ കണ്ടിട്ടാണ് നമ്മളെ തിരഞ്ഞെടുത്തത് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ നീര് ശാകരാ അടിയനിൽ എന്തു നന്മ കണ്ടു നീര് ശാകരാ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിൽ എന്തു നീ കണ്ടേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിൽ എന്തു നീ കണ്ടേശുവേ ഒരു യോഗ്യതയും പറയാനില്ലയേ കൃപയൊന്നു മാത്രം യേശുവേ
സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. അങ്ങേ സ്നേഹിക്കുവാൻ അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. ദയയാൽ 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 ദയയൊന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാൻ ഇല്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാൻ ഇല്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാൻ ഇല്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. കൃപയാൽ കൃപയാൽ ഹസ്തൽ തൗളാറിക്കവ റീബല ബൗരെ ഹസ്തൽ തൗളാറിക്കവ റീബല ബൗര ഹസ്താരെ ഹസ്തൽ തൗളാറിക്കവ ഹംബൽ തൗളെ റബല റീബാവേ. ദയയാൽ 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 ദയയൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാൻ ഇല്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും ഹസ്തൽ തൗളാറിക്കവ പ്രബലം പ്രബലം ദൈവ ഹസ്തലമേ. ഒരു യോഗ്യതയും പറയാൻ ഇല്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. ഹല്ലേലൂയ. കൃപയാൽ കൃപയാൽ ഹസ്തൽ തൗളാറബല ഹല്ലേലൂയ മാത്രം യേശുവേ. ഓ ദയയാൽ 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 ദയയൊന്നു മാത്രം യേശുവേ. ഹല്ലേലൂയ. നമ്മളെ തിരഞ്ഞെടുക്കുവാൻ നമ്മളെ മാനിക്കുവാൻ എന്ത് യോഗ്യതയാണുള്ളത്? ദൈവത്തിനെ സമർപ്പിക്കുവാൻ കഴിയുമോ? കർത്താവേ, ഒരു മാന്യതയും എനിക്ക് പറയുവാനില്ല, ഒരു യോഗ്യതയും എനിക്ക് പറയുവാനില്ല. ആ ദയൊന്ന് മാത്രം, ആ കൃപയൊന്ന് മാത്രം അങ്ങേ സാക്ഷിക്കുവാൻ, അങ്ങയുടെ നാമം ഘോഷിക്കുവാൻ എന്ത് യോഗ്യതയ എന്നുള്ളത്. ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാൻ ഇല്ലയേ, ദയയൊന്നു മാത്രം യേശുവേ. കൃപയാൽ കൃപയാൽ കൃപയാൽ
പരിശുദ്ധ പിതാവേ, അവിടുത്തെ കൃപയൊന്ന് മാത്രമാ, അവിടുത്തെ ദയൊന്ന് മാത്രമാ. ചേറ്റിൽ കിടന്ന ഞങ്ങളെ അവൻ വീണ്ടെടുത്ത സ്നേഹത്തിന് മുമ്പാകെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ ദാസനിലൂടെ ഈ അനുഗ്രഹിക്കപ്പെട്ട വരികളെ ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങേ ആരാധിപ്പാൻ പിന്നെ ഞങ്ങളെ സഹായിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അവസരം തന്നായ കർത്താവിന്റെ ദാസിയോട് എല്ലാ ഹല്ലേലൂയ സ്തോത്രം പ്രവർത്തകരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. തുടർന്നുള്ള നമ്മളുടെ മീറ്റിംഗിന്റെ ക്രമീകരണങ്ങൾ കർത്താവിന്റെ ദാസി ഷെയർ ചെയ്യുന്നതാണ്. ദേവദാസി അതിനായി ക്ഷണിക്കുന്നു. അനുഗ്രഹീതമായ പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്ത ദേവദാസിയോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നിലയിലുള്ള വർഷിപ്പ് ചെയ്യുവാൻ പ്രിയ ടിജി സിസ്റ്ററെ ദൈവം എടുത്ത് ഉപയോഗിക്കാനായിട്ട് ഇടയായി തീർന്നു. നല്ല നല്ല വരികൾ, ഇത്ര സ്നേഹം, അതുപോലെ ഒരു യോഗ്യതയുമില്ല. അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തെ കുറിച്ച് പാടുവാൻ ദൈവം സഹായിച്ചു. തന്റെ ദാസിയെ ദൈവം കരങ്ങളിലെടുത്തു. എൻ്റെ ജീവിതത്തിൽ എന്നും ഒന്നുമില്ല, കൃപ ഒന്ന് മാത്രമാണ്. നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഈ സൂം മീറ്റിങ്ങിലും നമ്മൾ ഒരുമിച്ചായിരിക്കുന്നത് ദൈവത്തിന്റെ ഒരു കൃപ ഒന്ന് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവദാസിയും കുടുംബമായി അവർ ഒരുമിച്ച് ഇന്ന് വർഷിപ്പ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ഏത് സമയത്തും ദൈവസന്നിധി വിളിച്ചാൽ ഓടിയെത്തുകയും ഓരോ ഗ്രൂപ്പിലും അവർക്ക് വേണ്ടുന്നതായ ഗാന ശുശ്രൂഷ നൽകാൻ തന്റെ ദാസിയെ കുടുംബത്തെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നതിനായ സ്തോത്രം. വീണ്ടും തന്റെ കുഞ്ഞുങ്ങളെ കുടുംബമായി അവരായിരിക്കുന്ന പട്ടണത്തിൽ ദൈവം അവരെ എടുത്ത് ഉപയോഗിക്കട്ടെ. അടുത്തതായിട്ട് നമുക്ക് ടെസ്റ്റ് മണി കേൾക്കേണ്ട സമയങ്ങളാണ്. 15 മിനിറ്റ് നമ്മുടെ മുമ്പിലുണ്ട്. അതിനായി നമ്മുടെ ദൈവദാസന് രാജ്കുമാർ ദേവദാസനെ ക്ഷണിക്കുന്നു. അതിനു മുമ്പ് ഒരു വാക്ക് പറയാനുള്ള, ക്രിസ്റ്റീൻ എന്ന മോൾക്ക് വേണ്ടി കഴിഞ്ഞ നാളുകൾ നമ്മുടെ ഗ്രൂപ്പില് സ്ഥിരമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ കുഞ്ഞിന് പരിപൂർണ വിടുതലും സൗഖ്യം ആകുവാനായിട്ട് ഇടയായി. അതിന്റെ ടെസ്റ്റ് മണിയായി പ്രിയ പിതാവ് രാജ്കുമാർ ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമുക്ക് കേൾപ്പാനായിട്ട് ഇടയാകട്ടെ. അതുപോലെ ജമ്മു കാശ്മീർ പ്രദേശത്തും പഞ്ചാബിലൊക്കെ കർത്താവിന്റെ വേലയില് അതിമഹത്തമായ ശുശ്രൂഷ തന്റെ ദാസൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. തന്റെ ദാസന് ഈ ശുശ്രൂഷയ്ക്കായിട്ട് സാക്ഷി അല്പസമയങ്ങളുള്ളത് ദൈവദാസന്റെ സാക്ഷ്യത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. അതുപോലെ തന്നെ ദാസന് പറയുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പ്രിയ ഷീബ സിസ്റ്ററെ ക്ഷണിക്കുന്നു. തന്റെ ദാസിയെ ദൈവം ബലപ്പെടുത്തട്ടെ. മലയാളത്തില് പരിവർത്തനം ചെയ്തു തരും. ആ ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരുവാൻ കഴിവതും എല്ലാവരും വീഡിയോ ഓണാക്കി ആ പറയുന്ന ദൈവദാസനും അത് പറയുമ്പോൾ വളരെ ഉന്മേഷത്തോടെ നമ്മളെ കണ്ടു പറയുവാനായിട്ട് ഇടയായിത്തീരും. കഴിവതും നിങ്ങൾ വീഡിയോ ഓണാക്കിയാൽ നല്ലതായിരിക്കും. അതിനു വേണ്ടിയിട്ട് ദൈവദാസനെ പ്രത്യേകമായി ഷീബ സിസ്റ്ററേയും ഇതിനു വേണ്ടി ക്ഷണിക്കുന്നു. राजकुमार ब्रदर. ब्रदर हाँ जी, आपका समय. सब छोटे बड़े परमेश्वर के दासों को, परमेश्वर के लोगों को मेरी तरफ से जय मसीह की. എല്ലാ ദേവദാസന്മാർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. मैं जम्मू कश्मीर से हूँ. मेरा नाम राजकुमार पंडिता है. എൻ്റെ പേര് രാജ്കുമാർ പണ്ഡിത എന്നാണ്. ഞാൻ ജമ്മു കശ്മീരിൽ നിന്നാണ്. मैं आज अपने जीवन से एक गवाही को आपके सामने रखना चाहता हूँ. എൻ്റെ ജീവിതത്തിൽ നിന്നൊരു ചെറിയ സാക്ഷ്യം ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. जीवन में परमेश्वर ने इतने अद्भुत चमत्कार किए हैं कि अगर एक को बयान करना हो तो शायद हफ्ता भी अगर हम अपनी गवाही को शेयर करें तो समय कम है. എൻ്റെ ജീവിതത്തിൽ ദൈവം അനേക അത്ഭുതങ്ങൾ, അനേക പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. ഓരോന്നോരോന്നും ഞാൻ പറയാൻ പോയെങ്കിൽ ഒരാഴ്ച മുഴുവനും നമ്മൾ ഇരിക്കേണ്ടി വരും. मेरे शब्दों के लिए मैं परमेश्वर की स्तुति करता हूँ. मैं विश्वास करता हूँ जो बहन ने प्रार्थना किया है, मेरे लिए भी जरूर प्रार्थना किया होगा कि परमेश्वर का आत्मा ही मेरे जीवन में शब्द देगा और मैं उनका ही उपयोग करना चाहूंगा. എൻ്റെ ശബ്ദത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സഹോദരി എൻ്റെ ശബ്ദത്തിനായിട്ടും പ്രാർത്ഥിച്ചു. ദൈവഹിത പ്രകാരം മാത്രം ഞാൻ ഇന്ന് സംസാരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. मेरे एक शब्द से परमेश्वर के नाम को महिमा मिले. ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഓരോ ശബ്ദത്തിൽ നിന്നും ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. सर्वप्रथम मैं सबसे पहले परमेश्वर को धन्यवाद करूंगा. ഏറ്റവും ആദ്യം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
और दूसरा मैं धन्यवाद करूंगा उन मेरी मसीह बहनों के लिए, उन मेरे मसीह भाइयों के लिए, परमेश्वर के सेवक, परमेश्वर की दासियों के लिए, जिन्होंने उपवास प्रार्थना, जिन्होंने प्रार्थनाएं, जिन्होंने मेरे लिए जो उनसे हो सका उन्होंने किया है। मैं सबसे पहले उनका बहुत बहुत मैं धन्यवाद दिल से करना चाहता हूँ। രണ്ടാമത് ഞാൻ നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവിടെ ഇരിക്കുന്ന സകല ദൈവദാസിമാർക്ക് വേണ്ടി, എസ്പെഷ്യലി പാസ്റ്റർമാരുടെ ഭാര്യമാര്, നിങ്ങളിൽ അനേകർ ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ചു, അല്ലാത്ത രീതിയിലും എന്നെ സഹായിച്ചവരുണ്ട്. നിങ്ങളോട് എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. और मैं सिस्टर शिवा का भी धन्यवाद करता हूँ कि जो ट्रांसलेशन में मेरी मदद कर रहे हैं, और इन्होंने वैसे भी मेरी बहुत सहायता की है। मैं इनका भी बहुत आभारी हूँ, और इनके हस्बैंड जो हैं, परमेश्वर के सेवक जो हैं, उनका भी। आप बता सकते हैं आगे? हाँ जी। मेरी गवाही, आज मैं जिस गवाही को आपके सामने रखना जा रहा हूँ, शायद बहुत से उस गवाही को जानते हैं। ഞാൻ ഇന്ന് നിങ്ങളോട് വെക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ സാക്ഷ്യത്തിന്റെ ഒരു ഭാഗം, അത് ചിലപ്പോൾ നിങ്ങളിൽ അനേകർ കേട്ട് കാണും. ये 2020 की बात है. 2020 നടന്ന സംഭവമാണ്. जिस समय कोरोना काल अपने चरम सीमा पे था. കൊറോണ ഏറ്റവും അധികം ഇരുന്ന ആ ഒരു കാലത്തിലാണ്. चारों तरफ त्राही त्राही मची थी और नरसंहार हो रहा था. നമ്മളുടെ നാല് ചുറ്റും പല വിധത്തിലുള്ള പ്രശ്നങ്ങളാൽ എല്ലാവരും ഭാരപ്പെട്ടുകൊണ്ടിരുന്ന ആ സമയത്തിലാണ്. उस समय में जम्मू कश्मीर के ही एक क्षेत्र में, जो मेरे ससुराल वहां पे पड़ता है, परमेश्वर की अगुवाही से, परमेश्वर का स्वप्न के द्वारा दर्शन जो उन्होंने दिखाया था, उनकी अगुवाही से मैं कुछ गांवों में सेवकाई के लिए गया था अपने परिवार के साथ. ജമ്മു കാശ്മീരിൽ എന്റെ ഭാര്യയുടെ വീടിന്റെ അടുത്ത ഒരു സ്ഥലത്ത് ദൈവം പറഞ്ഞിട്ട് മാത്രം ഞാൻ അവിടെ സുശേഷയ്ക്കായിട്ട് എന്റെ കുടുംബത്തെയും കൊണ്ട് ഞാൻ അവിടെ പോയി. वहां पे परमेश्वर के राज्य का सुसमाचार सुनाते सुनाते बहुत जब समय बीत गया, जब वहां पे 4-5 दिन बीत गए, तो उसी के बीच में, उसी के समय में कोरोना की घोषणा की गई, लॉकडाउन की घोषणा की गई. ദൈവരാജ്യത്തെ കുറിച്ച് ഞാൻ അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഒരു കുറച്ച് ദിവസങ്ങൾക്കകമാണ് പെട്ടെന്ന് ലോക്ക്ഡൌൺ ഡിക്ലെയർ ആയത്. और उसी समय 2-3 दिन के भीतर ही मेरे बेटी के यहाँ पे ब्रेन के बिल्कुल पास में एक स्वेलिंग दिखाई दिया. ആ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ആ ഇടയിൽ തന്നെ കുറച്ച് ദിവസങ്ങൾക്കകം എന്റെ കുഞ്ഞിന്റെ ബ്രെയിനിന്റെ അടുത്ത് ഈ ഭാഗത്തായിക്ക് ഒരു മുഴ ഞാൻ കണ്ടു. हमने वहां के जो चिकित्सक थे उनको दिखाया. അവിടെയുള്ള ഡോക്ടർമാരെ ഒക്കെ ഞാൻ കാണിച്ചു. उन्होंने उसको कुछ हल्का चीजों को समझकर हमें कुछ इन्फेक्शन की दवाइयां दी. അതെന്തോ ചെറിയ ഇൻഫെക്ഷൻ എന്ന് കരുതി അവര് ഇൻഫെക്ഷന്റെ മരുന്ന് ഞങ്ങൾക്ക് തന്നു, ഞങ്ങളെ പറഞ്ഞയച്ചു. और किसी अच्छे डॉक्टर से सलाह लेने के लिए हमसे कहा. അത് കഴിഞ്ഞ് ഞങ്ങളോട് വേറെ ഏതെങ്കിലും ഞങ്ങളെക്കാട്ടി വിദഗ്ധരായിട്ടുള്ള ഏതെങ്കിലും ഡോക്ടേഴ്സിന്റെ അടുത്ത് കടന്നു പോ എന്ന് പറഞ്ഞു. पर हम लॉकडाउन की वजह से हम बाहर भी नहीं जा सकते थे. പക്ഷെങ്കിൽ ലോക്ക്ഡൌൺ കാരണം ഞങ്ങൾക്ക് എങ്ങും പോകാൻ സാധിച്ചില്ല. ये मार्च की बात है. ഇത് മാർച്ച് മാസം ആയപ്പോഴത്തേക്കിനുമാണ് ഈ സംഭവം നടക്കുന്നത്. साल 2020 की बात है ये. हाँ जी. उस समय हम, उन्होंने जो बताया था, हम बड़ी मुश्किल से वो मैं एक एक करके नहीं बता सकता क्योंकि बहुत लंबा हो जाएगा, पर हम एक वहाँ के जो अच्छे डॉक्टर हैं, वहाँ पे हमारे जहाँ पे मैं सेवकाई करता हूँ, डिस्ट्रिक्ट डोडा में, वहाँ पे हम गए. ഡിസ്ട്രിക്ട് ഡോഡ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് ഞാൻ അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് അവിടെ എനിക്കറിയാം, ഞങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതിൽ ഏറ്റവും ഉന്നതനായ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയി. और उन्होंने हमें तुरंत सीटी स्कैन करने के लिए सलाह दी. അന്നേരം തന്നെ CT സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. क्योंकि वहाँ की जो CT स्कैन मशीन थी वो खराब हो चुकी थी, और उन्होंने हमें जम्मू मेडिकल कॉलेज जो है सुपर स्पेशलिस्ट उसके साथ में ही है, उन्होंने हमें वहां जाने की सलाह दी कि आप तुरंत वहां पे जाइए. പക്ഷെങ്കിൽ ആ ഡോക്ടറിന്റെ അവിടെ CT സ്കാൻ മെഷീൻ കേടായത് മൂലം ജമ്മു മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിട്ടു. वहां पे हम 1 हफ्ता तक वहां पे बच्चे का जो है CT स्कैन हमने करवाया, और वहां पे जो डॉक्टर की हर एक राय को लेते रहे. तो आखिर में डॉक्टर ने ऐसा बोला कि हमें आपकी बेटी का ऑपरेशन करना पड़ेगा.
ഒരാഴ്ചയോളം അവിടെ താമസിച്ചു, CT സ്കാൻ എല്ലാം ചെയ്ത് അവസാനം ഡോക്ടർമാർ പറഞ്ഞു കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. मैंने कहा डॉक्टर जी जो डॉक्टर ये जो खर्च है ये कितना, ऑपरेशन का जो खर्च है वो कितना होगा? ഞാൻ अന്നേരം ഡോക്ടറോട് ചോദിച്ചു ഈ ഓപ്പറേഷന് എത്ര ചെലവ് വരുമായിരിക്കും? उन्होंने 1 लाख कहा. അന്ന് പറഞ്ഞു 1 ലക്ഷം രൂപയാകും എന്ന് പറഞ്ഞു. और मेरे लिए 1 लाख 1 करोड़ के बराबर है. എന്നെ സംബന്ധിച്ചോളം 1 ലക്ഷം എന്ന് പറയുന്നത് ഒരു നിങ്ങളുടെ മുൻപിൽ 1 കോടി എന്ന ഒരു തുക പോലെയാണ് എന്നെ സംബന്ധിച്ച് 1 ലക്ഷം. इसलिए मेरे लिए 1 लाख 1 करोड़ के बराबर है, क्योंकि मैं सिर्फ एक इवेंजलिस्ट हूँ और इवेंजलिज्म के द्वारा परमेश्वर की सेवकाई करता हूँ. और 2 सप्ताह पहले ही मैंने जो चर्च प्लांटिंग का कार्य है शुरू किया है. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വെറും ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ്. ഇവാഞ്ചലിസ്റ്റ് എന്ന നിലയിൽ മാത്രമേ ഞാൻ ശുശ്രൂഷിക്കാറുള്ളൂ. അതിന് ഈ സംഭവത്തിന് ഒരാഴ്ച മുമ്പ് ഞാൻ ഒരു ചർച്ച് ആദ്യമായിട്ട് പ്ലാൻ ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ. हम सब जानते हैं कि इवेंजलिस्ट लोगों के पास कितना धन रहता है. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ഇവാഞ്ചലിസ്റ്റ് എന്ന രീതിയിൽ ജീവിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ് എന്ന് നമുക്കറിയാം. मैंने उनसे कहा डॉक्टर साहब आप मुझे एक ऐसी सलाह दीजिए जिससे मेरा कम से कम खर्च हो और मैं ऑपरेशन भी कर सकूं. और डॉक्टर ने अभी तक बीमारी का नाम नहीं बताया था, शायद वो भी इस बीमारी के बारे में नहीं जानते थे. ഞാൻ അന്നേരം ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് എന്നോട് പറഞ്ഞതാ ഏറ്റവും കുറഞ്ഞ ചെലവിൽ എന്റെ കുഞ്ഞിന്റെ സർജറി നടക്കുന്ന രീതിയിൽ ഒരു ഡോക്ടർ തന്നെ ഒരു ഐഡിയ പറഞ്ഞതാ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡോക്ടറിന് ഈ രോഗം എന്തെന്ന് ഡോക്ടർ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. उन्होंने कहा मैं समझ सकता हूं कि इस कोरोना काल में सबके जो काम काज थे बंद हो चुके हैं, लोग भूख के कारण मर रहे हैं, सबके पास पैसों की बहुत कमी है. आप एक कार्य कीजिए, आप चंडीगढ़ PGI में चले जाइए, शायद वहां पे आपको कुछ कंसेक्शन हो सकता हो. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ ഒരു കാലത്ത് പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് നടക്കാൻ ബുദ്ധിമുട്ടാണ്, കൊറോണയും കൂടെ ആണല്ലോ, അതുകൊണ്ട് താങ്കൾ ഒരു കാര്യം ചെയ്യ്, ചണ്ഡീഗഡ് എന്ന പട്ടണത്തിൽ PGI എന്ന് പറയുന്ന ഹോസ്പിറ്റലിലേക്ക് കടന്നു പോ, അവിടെ ചിലപ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും ഒരു കൺസെഷൻ ലഭിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. और उन्होंने हमें जो वहां से है रेफर किया चंडीगढ़ PGI. അങ്ങനെ ഞങ്ങളെ ചണ്ഡീഗഡ് PGIയിലേക്ക് റെഫർ ചെയ്ത് അയച്ചു. हम कैसे उस कोरोना काल में जिस समय एक पक्षी को भी बाहर निकलने की अनुमति नहीं थी, कैसे हम चंडीगढ़ पहुंचे हैं, वो बीच की बात मैं आपको नहीं बता सकता. वो मैं और मेरा परमेश्वर जानता कितना संघर्ष के द्वारा हम भद्रवाह से मैं जम्मू 200 किलोमीटर है और वहां से चंडीगढ़ 300 किलोमीटर के आसपास है. कैसे मैं पहुंचा हूँ, प्रभु ने चाहा तो वो मैं फिर कभी आपको बताऊंगा. मैं आखिरकार चंडीगढ़ पहुंच गया. ഞങ്ങളുടെ ഈ ഭാഗങ്ങളിൽ ആ സമയത്ത് ലോക്ക്ഡൌൺ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അങ്ങനെയുള്ള ഒരു സമയത്ത് ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ എങ്ങനെ ചണ്ഡീഗഡ് എത്തി എന്നുള്ളത് അത് തന്നെ വലിയൊരു സാക്ഷ്യമാണ്. അതെനിക്ക് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ താമസിക്കുന്ന ഭദ്രവ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ജമ്മു വരെ 200 കിലോമീറ്റർ ദൂരമാണ്. ജമ്മുവിൽ നിന്ന് ചണ്ഡീഗഡ് വരെ 300 കിലോമീറ്റർ ദൂരമാണ്. ഇത്രയും ദൂരം ദൈവത്തിന് മാത്രം അറിയാം, എനിക്കും അറിയാം എങ്ങനെ ദൈവം എന്നെ അവിടെ നടത്തി എന്നുള്ളത്. जब हम एमरजेंसी में गए तो उन्होंने हमारी जो फाइल है वो बनाई और हमें बड़े डॉक्टर के पास, डॉक्टर कार्तिकेय हैं, उनके पास जाने के लिए सलाह दी. എമർജൻസി കൊണ്ടുപോയ ഉടനെ അവർ പെട്ടെന്ന് ഞങ്ങളുടെ ഫയലെല്ലാം പ്രോസസ് ചെയ്ത് അവിടുത്തെ ഒരു ഉന്നത ഡോക്ടർ കാർത്തികേയന്റെ അടുത്ത് ഞങ്ങളെ പറഞ്ഞു വിട്ടു. और कहा ये एमरजेंसी केस है, इसमें बिल्कुल भी विलंब नहीं करना. ഞങ്ങളോട് പറഞ്ഞത് വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു കേസാണ്, ഒട്ടും താമസിപ്പിക്കാൻ സാധിക്കാത്ത ഒരു കേസാണെന്ന് പറഞ്ഞു. उस समय शायद मेरी जेब में कुछ 3000 के आसपास शायद कुछ रुपए थे, वो भी किसी सेवक के द्वारा दिए गए थे. ആ സമയത്ത് എന്റെ പോക്കറ്റിൽ ആകെ ഉണ്ടായിരുന്ന പണം എന്ന് പറയുന്നത് 3000 രൂപയായിരുന്നു. അതും ഞാൻ വേറെ ഒരു ദൈവദാസനിൽ നിന്ന് വായ്പ എടുത്ത ഒരു പൈസയായിരുന്നു. इस डॉक्टर कार्तिकेय तक पहुंचने के लिए हमें लगभग 20 दिन का समय लग चुका था. ഈ ഒരു അവസ്ഥയിൽ ഈ ഡോക്ടറിന്റെ അടുത്ത് ഞങ്ങൾ എത്തുമ്പോഴത്തേക്കിനും 20 ദിവസം കഴിഞ്ഞു പോയിരുന്നു കുഞ്ഞിന് ഈ അസുഖം തുടങ്ങിയതിനു ശേഷം. क्योंकि इसके बीच में उन्होंने हमसे बहुत लंबा प्रोसेस, बहुत से टेस्ट, बहुत सा बायोप्सी वगैरह करवा के तब तक हमें 20 दिन का समय लग चुका था. അവിടെ ചെന്നൈന് ശേഷവും വളരെയധികം ടെസ്റ്റുകളും ബയോപ്സികളും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 20 ദിവസത്തിന് ശേഷമാണ് ഈ ഡോക്ടർ കാർത്തികേയനെ ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. उसके पश्चात जब हम डॉक्टर कार्तिकेय के पास पहुंचे, जो अन्य जूनियर डॉक्टर थे उन्होंने वो जम्मू का जो CT स्कैन था वो देखा था, पर कोई भी बीमारी को पहचान नहीं पाया था कि क्या है. और जब हम डॉक्टर कार्तिकेय के पास पहुंचे तो उन्होंने एकदम बीमारी का नाम लिया.
അന്ന് വരെ ഇത്രയും നാളുകൾക്കിടയും പല ജൂനിയർ ഡോക്ടർമാരും കുഞ്ഞിന്റെ CT സ്കാനുകൾ എല്ലാം കണ്ടിരുന്നു. പക്ഷെങ്കിൽ ആർക്കും രോഗം എന്തെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പക്ഷെങ്കിൽ ഈ ഡോക്ടർ ഒറ്റ നോട്ടത്തിന് തന്നെ കുഞ്ഞിന്റെ രോഗം എന്ത് എന്ന് അതിന്റെ പേര് പറഞ്ഞു. हाँ जी बताइए, आप हमें दिख रहा है, सुनाई दे रहा है, आप बताइए. एक मिनट सिस्टर प्लीज. हाँ जी. जब डॉक्टर कार्तिकेय ने मुझसे कहा आपके कितने बच्चे हैं, ഡോക്ടർ കാർത്തികേയൻ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്. मैंने कहा मेरे 3 बच्चे हैं, मेरी 3 बेटियां हैं और ये सबसे छोटी बेटी है. ഞാൻ പറഞ്ഞത് എനിക്ക് 3 മക്കളുണ്ട്, ഇതെന്റെ മൂന്നാമത്തെ ഇളയ മോളാണ്. तो उन्होंने मुझे कहा आप नीचे बैठिए, मैं नीचे नहीं बैठा. എന്നോട് പറഞ്ഞു താങ്കൾ ഇരിക്കാൻ പറഞ്ഞു, ഞാൻ ഇരുന്നില്ല. उन्होंने कहा आपकी बेटी को 4th स्टेज कैंसर है. എന്നോട് പറഞ്ഞു താങ്കളുടെ മകൾക്ക് 4th സ്റ്റേജ് ക്യാൻസറാ എന്ന് പറഞ്ഞു. जब उन्होंने ये बात कही तो उन्होंने उसके बाद भी बहुत सी बातें की. അത് കഴിഞ്ഞ് അദ്ദേഹം ഇതിന് ശേഷവും പല കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. पर मेरे पल्ले कुछ भी नहीं पड़ा. പക്ഷെങ്കിൽ എനിക്കിതൊന്നും കേൾക്കാൻ സാധിച്ചില്ല, ഇതൊന്നും എന്റെ തലയിലേക്ക് കയറുന്നില്ലായിരുന്നു. क्योंकि ये बीमारी का नाम सुन के मेरे होश हवास उड़ गए थे. കാരണം ഈ ഡോക്ടർ ഈ കൊച്ചിന്റെ രോഗത്തിന്റെ പേര് പറയുകയും എനിക്ക് ബോധം പോകുന്നത് പോലെ അതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോയി. तो मैं जब थोड़ा सा मैंने कोशिश की अपने आप को संभालने की, मैंने डॉक्टर से कहा सर अभी आप नेक्स्ट पॉइंट क्या है, आप क्या कहना चाहते हैं या क्या करना चाहते हैं. കുറച്ച് നേരങ്ങൾക്ക് ശേഷം എനിക്കൊരു അല്പം ബോധം വന്നപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, സാറേ ഇനി അടുത്ത സ്റ്റേജ് താങ്കൾ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. उन्होंने कहा आपकी बेटी का कोई भी ट्रीटमेंट करने की जरूरत नहीं है, कोई सर्जरी करने की जरूरत नहीं है. आपकी बेटी ज्यादा से ज्यादा 3 या 4 दिन की मेहमान है. जो आपकी बेटी मांगती है आप उसे दे दीजिए और आप इसको वापस जम्मू लेकर के जाइए. എന്നോട് പറഞ്ഞു ഇനിയും നിങ്ങളുടെ മോൾക്ക് യാതൊരു ട്രീറ്റ്മെന്റും ചെയ്യാനില്ല, ഒരു സർജറി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 3-4 ദിവസം നിങ്ങളുടെ കൂടെ ഇനി ഒരു ഗസ്റ്റിനെ പോലെ ഈ കുഞ്ഞ് കാണും. അതുകൊണ്ട് ഉള്ള നേരം കുഞ്ഞിന് വേണ്ടിയതെല്ലാം വാങ്ങിക്കൊടുക്കുക. കുഞ്ഞിനെ സന്തോഷമായിട്ട് നിങ്ങൾ ഈ അടുത്ത 3-4 ദിവസങ്ങൾ നിങ്ങൾ ഈ കുഞ്ഞിന്റെ കൂടെ ജീവിക്കുക, തിരിച്ചു ജമ്മുവിൽ പോകുക എന്ന് പറഞ്ഞു. मैंने कहा सर मेरी बेटी को मैं बिना ट्रीटमेंट के बिना इलाज के नहीं ले जा सकता. आप मेरी बेटी का इलाज कीजिए. अगर मेरी बेटी इलाज के दौरान अगर मेरी बेटी को कुछ होता है मैं उसका रिस्पॉन्सिबिलिटी मैं लेता हूं, पर आप ट्रीटमेंट को शुरू कीजिए. ഞാൻ പറഞ്ഞു സാറേ എന്റെ കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യാതെ ഞാൻ ഇവിടുന്ന് മടക്കി കൊണ്ടുവന്ന പ്രശ്നമില്ല, താങ്കൾ ഈ കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യണം. ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും, പക്ഷെ കുഞ്ഞിനെ താങ്കൾ ട്രീറ്റ് ചെയ്തേ മതിയാകൂ എന്ന് ഞാൻ പറഞ്ഞു. उन्होंने कहा ठीक है हम आपकी जिद के कारण ऐसा करेंगे, हम सर्जरी करने की कोशिश करेंगे. वो बहुत ही सहनशील और सुलझे हुए डॉक्टर थे और एज्ड भी थे. അദ്ദേഹം അവസാനം എന്നോട് പറഞ്ഞു താങ്കൾ ഇതുപോലെ നിർബന്ധം പിടിക്കുന്നത് കാരണം ഞാൻ സർജറി ചെയ്യാം. അങ്ങനെ വളരെയധികം ഒരു പേഷ്യൻസ് ഉള്ള ഒരു പ്രായമുള്ള ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം. അത്ഭുതം എന്ന രീതിയിൽ ഞാൻ പറഞ്ഞത് റിക്വസ്റ്റ് കേട്ടു. उन्होंने कहा ठीक है राजकुमार, हम आपको जो सामान ऑपरेशन की जो लिस्ट है वो हम आपको शाम को दे देंगे और आप शाम को ही जो है सामान सर्जरी का सामान लेके आना और शाम को हमारे डॉक्टर जो है वो चेक करेंगे. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ താങ്കൾക്ക് ഈ സർജറിയുടെ സാധനങ്ങളുടെ ലിസ്റ്റ് അയക്കാം, വൈകുന്നേരം തന്നെ മേടിച്ചുകൊണ്ട് വരണം, അതിനുശേഷം ഞങ്ങൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞു. और शाम को डॉक्टर ने मेरे हाथ में वो लिस्ट थमा दी और जब मैंने उस लिस्ट के ऊपर अपनी नजर डाली तो वो लिस्ट कम से कम जो सर्जरी का सामान था 15-16 हजार के करीब था. ഡോക്ടർ എന്റെ കയ്യിൽ ആ ലിസ്റ്റ് തന്നു. ഞാൻ ആ ലിസ്റ്റിലേക്ക് നോക്കിയപ്പോൾ അതിന് വേണ്ടിയ സാധനങ്ങളുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 15 അല്ലെങ്കിൽ 16,000 16,000 രൂപയോളം ആയിരുന്നു. और मेरे जेब में उस समय शायद 1500 से भी शायद कम रुपए थे. അപ്പോഴത്തേക്കിനും എന്റെ പോക്കറ്റിൽ 1,500 രൂപയോ അല്ലെ അതിൽ ഇച്ചിരി കുറവായിരുന്നു. और मैं जब दुकान की तरफ जा रहा था तो मैंने सोचा कि मैं एक बार डॉक्टर से सलाह ले लूं और मैं वापस डॉक्टर के पास गया. കടയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ ഡോക്ടറെ ഒന്ന് കാണാമെന്നോർത്ത് ഞാൻ ഡോക്ടറിന്റെ തിരിച്ചു പോയി, ഡോക്ടറിന്റെ അരികിലേക്ക് പോയി.
मैंने कहा सर क्या आप ऐसी कोई दुकान जानते हैं जिसपे मुझे ये सामान थोड़ा डिस्काउंट पे मिले, और मेरी आपसे ये रिक्वेस्ट भी है कि अगर आप इस सामान में कुछ कम कर सकते हैं तो आप कुछ कम कर दीजिए, मेरा जेब इतना खर्च नहीं उठा पाएगा, मैं घर से बहुत गरीब हूँ। ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാനൊരു പാവപ്പെട്ട വീട്ടിൽ നിന്നുള്ള മനുഷ്യനാണ്, എൻ്റെ കയ്യിൽ കാശില്ല, അത് കാരണം ഇതിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ കട്ട് ഔട്ട് ചെയ്യാൻ ഒക്കുമെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്യണം. അത് മാത്രമല്ല കുറഞ്ഞ ചെലവിൽ സാധനം കിട്ടുന്ന ഏതെങ്കിലും കടയുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. और उन्होंने परमेश्वर ने उनके दिल में तरस डाला और उन्होंने एक जो सामान था सबसे महंगा 6,000 रुपए का सामान उन्होंने उससे हटा दिया. ഡോക്ടറിന്റെ ഉള്ളിൽ ദൈവം പ്രവർത്തിച്ചു. 6,000 രൂപയുടെ ഒരു സാധനം ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ആ സാധനം ഡോക്ടർ കട്ട് ചെയ്ത് കളഞ്ഞു. और मुझे एक नंबर दिया, कहा इस व्यक्ति को आप फोन कीजिए, वो आपको ये सर्जरी का सामान सब डिलीवर करेंगे और आपसे इसके कम पैसे भी लेंगे. വേറെ ഒരാളുടെ ഫോൺ നമ്പർ തന്നിട്ട് പറഞ്ഞു ഈ വ്യക്തിയെ ഫോൺ ചെയ്താൽ ഈ സാധനങ്ങളെല്ലാം താങ്കൾക്ക് എത്തിക്കുകയും ചെയ്യും, കുറഞ്ഞ ചെലവിൽ താങ്കൾക്ക് എത്തിക്കും എന്ന് പറഞ്ഞു. और ये सामान में जब मैं जितने में पैसे कम किए गए थे वे उतने पैसे तो फिर भी मेरे पास नहीं थे. मैंने बाहर जब मैं निकला, हॉस्पिटल से बाहर निकला तो मैं अपनी आंखें जो है स्वर्ग की ओर उठा के और आंसुओं के साथ परमेश्वर की ओर देख रहा था और मन में ये प्रार्थना कर रहा था, प्रभु ये सब सामान लेने के लिए कहाँ से पैसे आएंगे. ഞാൻ എങ്കിലും ആ പൈസ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നത് കൊണ്ട് ഞാൻ വെളിയിലേക്ക് ഇറങ്ങി സ്വർഗത്തിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇത് വാങ്ങാനുള്ള കാശ് എൻ്റെ കയ്യിൽ എവിടുന്ന് കിട്ടും. और उसी समय जब मैं रो रहा था तो उसी समय नियुक्त समय पर एक परमेश्वर के सेवक का कॉल मुझे आया. ആ സമയത്ത് തന്നെ എനിക്ക് ഒരു ദേവദാസന്റെ ഫോൺ കോൾ വന്നു. उन्होंने कहा राजकुमार मैंने सुना है आपकी बेटी बीमार है और आप पीजीआई में हैं, क्या ये सच है? എന്നോട് ചോദിച്ചു ഞാൻ കേട്ടതെല്ലാം ശരിയാണോ, താങ്കളുടെ മകളെ കുറിച്ചും താങ്കൾ PGI-ലാണെന്നും കേട്ടു, ശരിയാണോ എന്ന് ചോദിച്ചു. तो उन्होंने कहा आपको किसी चीज की जरूरत है तो आप प्लीज मुझे बताएं. എന്നോട് പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. मेरे लिए वो कॉल एक परमेश्वर के सेवक का नहीं था, मेरे लिए वो कॉल स्वयं, मुझे ऐसा विश्वास है कि वो यीशु मसीह का कॉल था. എന്റെ വിശ്വാസം അതൊരു ദേവദാസൻ മാത്രമല്ല, അത് യേശു ക്രിസ്തു എന്നെ വിളിച്ചതാണ്, എന്നെ ഫോൺ വിളിച്ചതാണ്, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. और उन्होंने कहा मैं कुछ देर में ही आपके अकाउंट में 10,000 रुपए सेंड कर रहा हूँ. അദ്ദേഹം പറഞ്ഞു ഒരല്പസമയത്തിനുള്ളിൽ താങ്കളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. और ये उधार नहीं है, ये मेरी तरफ से आपकी सहायता है. ഇത് പിന്നീട് എനിക്ക് തിരിച്ചു തരേണ്ട ആവശ്യമില്ല, ഞാനൊരു ഗിഫ്റ്റ് ആയിട്ട് തരിക എന്ന് പറഞ്ഞു. और मैंने दुकानदार को, अभी तक मेरे पैसे नहीं आए थे पर मैंने दुकानदार को कॉल करके दवाइयां मंगवाई और उनसे कहा ब्रदर मेरे पास ये पैसे नहीं है, पर जैसे मेरे पास पैसे आएंगे मैं आपको पैसे दे दूंगा. കടക്കാരനെ വിളിച്ച് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇപ്പൊ കാശില്ല, കിട്ടുമ്പോൾ ഞാൻ തരാം, എനിക്ക് മരുന്നുകൾ വേണം എന്ന് ഞാൻ പറഞ്ഞു. उन्होंने कहा मेरी बात उनसे पहली बार हो रही थी और वो भाई कह रहे थे ब्रदर अगर आपको 10,000 का नहीं, अगर आपको लाखों का भी सामान चाहिए आप चिंता ना करें, आप बस सामान मंगवाइए. ഒരിക്കലും സംസാരിച്ചിട്ടില്ല ആ വ്യക്തിയോട്, ആദ്യമായിട്ടാണ് ആ വ്യക്തിയോട് സംസാരിക്കുന്നത്. പക്ഷെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു 10,000 രൂപയല്ല 1,00,000 രൂപയുടെ സാധനമാണെങ്കിലും ഞാൻ താങ്കൾക്ക് തരാം എന്ന് എന്നോട് പറഞ്ഞു. और वहां पे जितना भी सामान जब उस ट्रीटमेंट के समय लगा उसके पश्चात तो उस डॉक्टर ने मुझे उधार सामान दिया और कम से कम 20-25 हजार उस समय लग चुके थे और उसके पैसे जो मैंने है कुछ कम से कम 1-1.5 हफ्ते के बाद दिए. അതിനൊക്കെ ശേഷം സർജറിക്കാണെങ്കിലും 25,000 രൂപയോ അത്രയെങ്കിലും സ്പെൻഡ് ആയി. കാരണം ബാക്കിയെല്ലാം ഡോക്ടർ കട്ട് ഓഫ് ചെയ്തു. എന്നിട്ടും അതെല്ലാം ഞാൻ ഒരു 1.5 ആഴ്ചകൾക്ക് ശേഷമാണ് ഞാൻ കൊടുത്തു തീർത്തത്. और मैंने देखा कि उस व्यक्ति का हृदय को परमेश्वर ने मेरे प्रति कैसे नम्र किया. उसने एक बार भी कॉल करके नहीं कहा कि आप मेरे पैसे कब दोगे. ദൈവം തന്നെയാണ് ആ വ്യക്തിയുടെ ഹൃദയത്തെ സ്പർശിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ പോലും അദ്ദേഹം എന്നോട് പൈസ ചോദിച്ചില്ല. आज तक उस व्यक्ति को ना मैंने देखा है ना उसने मुझे देखा, केवल हमारी बात फोन पे ही हुई है. ഇന്ന് വരെ ഞാൻ ആ വ്യക്തിയെ നേരിട്ട് കണ്ടിട്ടില്ല, അദ്ദേഹം എന്നെ കണ്ടിട്ടില്ല, ഫോണിൽ കൂടെ മാത്രമേ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. और जो सुबह है, सुबह मॉर्निंग में सर्जरी का कार्य शुरू हो गया. പിറ്റേ ദിവസം രാവിലെ അവർ സർജറി ചെയ്തു. और सर्जरी हो 4 घंटे की सर्जरी के बाद जब बेटी को वार्ड में लाया गया, हॉस्पिटल वार्ड में जो लाया गया, और मैंने एक सिस्टर से कहा, मैंने बोला सिस्टर क्या हुआ, क्या सर्जरी जो है कामयाब हो पाई? और उन्होंने बड़े
रूखे स्वभाव से मुझसे बात किया। 4 മണിക്കൂർ നീണ്ടുനിന്ന സർജറിക്ക് ശേഷം കുഞ്ഞിനെ വെളിയിൽ ഇറക്കിയപ്പോൾ ഞാൻ നഴ്സിനോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം വളരെ വിഷമത്തോടു കൂടി എന്നോട് ഇങ്ങനെ പറഞ്ഞു. उन्होंने कहा जो हो नहीं सकता आप लोग जानबूझ के जिद करते हैं, इसलिए हमें ये कार्य करना पड़ा। आपकी बेटी का ट्यूमर जैसा था वैसा ही है, कुछ भी नहीं हुआ है, आपको सुबह छुट्टी हो जाएगी। ആ നഴ്സ് എന്നോട് പറഞ്ഞു, സാധ്യമല്ലാത്ത ഒരു കാര്യം ചെയ്യാനാണ് താങ്കൾ ഞങ്ങളെ നിർബന്ധിച്ച്, അതുകൊണ്ടാണ് ഞങ്ങൾ സർജറി ചെയ്തത്. അത് സാധ്യമല്ലായിരുന്നെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. നിങ്ങളുടെ കുഞ്ഞിന്റെ ട്യൂമർ അതുപോലെ തന്നെ അതിന്റെ തലയിലുണ്ട്, രാവിലെ നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞയക്കും എന്ന് പറഞ്ഞു. उन्होंने कहा कि जैसा ट्यूमर आपका था वैसा ही है। जब उन्होंने इस बात को कहा तो मैंने अपने घुटने वहीं जमीन पर टेके हॉस्पिटल के रूम में और परमेश्वर से गुहार लगाई, परमेश्वर से दुहाई दी। അന്നേരം അവിടെ തന്നെ ഞാൻ മുട്ടുമടക്കി അവിടെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. मैंने कहा प्रभु अब तक मैंने डॉक्टरों के कार्य को देखा, अब से मैं यहाँ से आगे मैं अब आपके कार्य को देखना चाहता हूँ। ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇതുവരെ ഞാൻ ഡോക്ടറെ ആശ്രയിച്ചു, ഇവിടുന്ന് ഞാൻ നിന്നെ ആശ്രയിക്കുന്നു, ഇനി നീ പ്രവർത്തിക്കണം എന്ന് ഞാൻ പറഞ്ഞു. प्रभु मैं जानता हूँ मेरी बेटी मुर्दा घोषित की गई है, पर मैं जानता हूँ आप कहते हैं कि पुनरुत्थान और जीवन मैं ही हूँ। ഞാൻ പറഞ്ഞു, കർത്താവേ എന്റെ കുഞ്ഞ് മരിച്ചു എന്ന് തന്നെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്, പക്ഷെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു പുനരുത്ഥാനവും ജീവനും നീ തന്നെ ആകുന്നെന്ന് നീ പറഞ്ഞല്ലോ. मेरे फोन में कुछ 3-4 मसीह ग्रुप हैं। എന്റെ ഫോണിൽ 3-4 വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് ക്രിസ്ത്യാനികളുടെ. और मैंने रोते हुए उस ग्रुप में सबसे प्रार्थना निवेदन डाला कि प्लीज मेरी बेटी मृत्यु की शैया पे है, आप प्लीज मेरी बेटी के लिए उसको जीवन प्रदान करने के लिए आप प्रार्थना करें। എല്ലാവരോടും ഞാൻ പ്രാർത്ഥിക്കാൻ കുഞ്ഞിനെ കുറിച്ചുള്ള വിഷയം ഞാൻ അതിനകത്ത് അറിയിച്ചു. और आज तक ऐसा चमत्कार मेरी जिंदगी में कभी नहीं हुआ। वो जो मेरा मैसेज था, हाँ जी बताइए। वो मेरा मैसेज उस समय कम से कम हजारों की तादाद से, शायद लाख की तादाद से ज्यादा लोगों तक वो मेरा मैसेज पहुंचा था, जो मैंने बेटी के लिए प्रार्थना का निवेदन दिया था। ഞാൻ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനിട്ട് ആ മെസ്സേജ് അത് അനേകരിലേക്ക് പകർന്നു. അത് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ രോളം അത് എത്തി. അത് തന്നെ വലിയൊരു അത്ഭുതമാണ്. और 1 घंटे के बाद परमेश्वर का उत्तर आया और मैं और मेरी पत्नी भी प्रार्थना में थे। 1 മണിക്കൂറിനകം ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഞാനും എന്റെ ഭാര്യയും പ്രാർത്ഥിക്കുകയായിരുന്നു. और उसी समय दोबारा 1 घंटे के बाद फिर से दोबारा डॉक्टरों की टीम आई और कहा हम प्रातः काल सुबेरे ही मॉर्निंग में हम आपकी बेटी का ऑपरेशन जो है सर्जरी फिर से दोबारा करेंगे। എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴത്തേക്കിന് തന്നെ 1 മണിക്കൂറിനകം ഡോക്ടർമാരുടെ ഒരു ടീം വന്ന് എന്നോട് പറഞ്ഞു, നാളെ രാവിലെ ഞങ്ങൾ ഒന്നുകൂടെ ആ കുഞ്ഞിനെ സർജറി ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വന്ന് പറഞ്ഞു. और फिर से 10-15 हजार रुपए के सामान की मांग की गई। വീണ്ടും ഇതുപോലെ തന്നെ സാധനങ്ങൾ മേടിക്കണം എന്ന് പറഞ്ഞു. मुझे कुछ समझ में नहीं आ रहा था, എന്ത് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു. परंतु मैंने सब कुछ अब परमेश्वर के हाथों में सौंप दिया। പക്ഷെങ്കിൽ ഞാൻ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചു. और परमेश्वर ने ऐसा कार्य किया, रात को जब हम 3-4 बजे के पश्चात शायद हमारी आंख लगी तो मेरी पत्नी ने एक दर्शन देखा। പക്ഷെങ്കിൽ അന്ന് രാത്രി എന്റെ ഭാര്യ ഒരു ദർശനം കണ്ടു. उन्होंने देखा एक श्वेत वस्त्र पहने हुए एक व्यक्ति है। हाँ जी बताइए। और उस व्यक्ति ने कहा, हे पुत्री आप क्यों रो रहे हो, और आप मेरे पुत्र से भी कहें कि वो क्यों रो रहे हैं। അദ്ദേഹം ഇപ്രകാരം എന്റെ ഭാര്യയോട് പറഞ്ഞു, എന്തിനാ നിങ്ങൾ കരയുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. आप क्या समझते हैं, क्या आपकी बेटी का ऑपरेशन डॉक्टर करेंगे? നിന്റെ കുഞ്ഞിന്റെ സർജറി ഡോക്ടർ ആണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. नहीं पुत्री, मैं सुबह के समय जब आपकी बेटी का ऑपरेशन का आरंभ होगा उसी समय मैं अपने स्वर्गदूतों की पलटन को आपकी बेटी के ऑपरेशन के लिए भेज रहा हूँ। അപ്പം പറഞ്ഞു, നീ വിചാരിക്കുന്ന പോലെ ഡോക്ടർമാരല്ല, പക്ഷെങ്കിൽ രാവിലെ ഡോക്ടർമാര് കുഞ്ഞിനെ സർജറി ചെയ്യാൻ വരുമ്പോൾ അതേ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്റെ സ്വർഗീയ ദൂതന്മാരെ ഞാൻ അയക്കുന്നതായിരിക്കും എന്ന് ആ ദർശനത്തിൽ എന്റെ ഭാര്യയോട് ആ വ്യക്തി പറഞ്ഞു. और मैंने जब मेरी पत्नी ने यह स्वप्न मुझसे शेयर किया, मेरी पत्नी उपवास में थी, उन्होंने जब ये स्वप्न मुझसे शेयर किया
तो एक अनजानी सी शक्ति ने मेरे अंदर प्रवेश किया और मैं बहुत ही ज्यादा विश्वास से भर गया। ഈ കണ്ട സ്വപ്നം ഭാര്യ എന്നോട് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വളരെയധികം വിശ്വാസം വന്നു. और जो दूसरे दिन का ऑपरेशन है वो शुरू हुआ, वो 8 बजे से लेकर दिन के दोपहर के 2 बजे तक वो ऑपरेशन जो है वो चलता रहा। പിറ്റേന്ന് രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് ഒരു 2 മണി വരെ കുഞ്ഞിനെ സർജറി ചെയ്തു. और आखिरकार परमेश्वर ने हमें विजय दी। 100% ट्यूमर में से 95% ट्यूमर को डॉक्टरों ने निकालकर, परमेश्वर ने निकालकर बाहर किया और हमें परमेश्वर ने सरफराज किया। हमें परमेश्वर ने अपनी महिमा के लिए बहुत ही ज्यादा हमें उत्साहित किया। അന്ന് 100% ട്യൂമറിൽ നിന്ന് ഒരു 95% ട്യൂമർ വെളിയിലിറക്കാൻ ഡോക്ടർമാർക്ക് സാധിച്ചു. और जो 5% ट्यूमर बचा था वो रेडियोथेरेपी और कीमो के द्वारा परमेश्वर की अद्भुत महिमा से, जो हम ये सब बातें परमेश्वर ने हमें स्वप्न में हमें दिखा चुके थे, उसको भी परमेश्वर ने जला दिया। ബാക്കി 5% ആയി ട്യൂമർ അകത്തിരുന്നത് അതും ബാക്കി ട്രീറ്റ്മെന്റ് റേഡിയോതെറപ്പിയും കീമോതെറപ്പിയും മൂലം കംപ്ലീറ്റ് ആയിട്ട് അതിനെ ദൈവം നശിപ്പിച്ചു. സ്വപ്നത്തിൽ കാണിച്ചത് ദൈവം അത് പൂർത്തിയാക്കി. और आज आपकी प्रार्थनाओं से और परमेश्वर के अनुग्रह से मेरी बेटी बिल्कुल भली और चंगी है। और जिस बेटी के लिए डॉक्टर ने 4 दिन की घोषणा की थी, आज वो लगभग 2.25 साल से बिल्कुल आनंद से, बिल्कुल खुशी से जी रही है। ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ദൈവത്തിന്റെ വലിയ അനുഗ്രഹവും മൂലം എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു. ഡോക്ടർമാര് മാക്സിമം 4 ദിവസം ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞ കൊച്ച് ഇപ്പോൾ ഒരു 2.25 വർഷം കൂടെ 2.5 വർഷം കൂടെ മുൻപോട്ട് ജീവിച്ചിരിക്കുന്നു. അവൾക്ക് ഇപ്പൊ യാതൊരു കുഴപ്പവുമില്ല, വളരെ ആരോഗ്യമുള്ളവളായി ജീവിച്ചിരിക്കുന്നു. और ये सब आपकी प्रार्थनाओं की वजह से संभव हो पाया है। और जहां मेरी जेब में 1503,000 रुपए थे, जब मेरी बेटी का ट्रीटमेंट शुरू हुआ था, तो उस समय कम से कम 13-14 लाख रुपए मेरे हाथों से परमेश्वर के अनुग्रह से निकल चुके थे, और वह सब परमेश्वर ने अपने राज्य से प्रबंध किया है। ഈ കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റിന്റെ സമയത്ത്, തുടങ്ങിയ സമയത്ത് എൻ്റെ കയ്യിൽ മാക്സിമം 1,500-3,000 രൂപയെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെങ്കിൽ ഈ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് ഒരു 14 ലക്ഷത്തിൽ അധികം ക്യാഷ് എൻ്റെ കയ്യിൽ നിന്ന് ഇറക്കുവാൻ ദൈവം പ്രവർത്തിച്ചു. അത് ദൈവത്തിൽ നിന്ന് മാത്രം സംഭവിച്ചതാണ്. मैं आप सबकी प्रार्थनाओं का एक बार फिर से आभार प्रकट करता हूं। अब आप मेरी बेटी के लिए प्रार्थना करें कि अब आने वाले समय में परमेश्वर से अपनी महिमा, अपनी सेवकाई के लिए इस्तेमाल करें। और जो छोटा सा सेवकाई को मैंने शुरू किया है, जो छोटा सा कार्य प्रभु यीशु मसीह ने मेरे अंदर आरंभ किया है, वो अपने आगमन तक इसे पूरा करे। आप सबको जय मसीह की। നിങ്ങൾ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഈ കുഞ്ഞിനെ കുറിച്ചും ഞാൻ ആഗ്രഹിക്കുന്നത് അവൾ ദൈവവേല ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇവിടെ ചെയ്യുന്ന പ്രവൃത്തി, ദൈവപ്രവൃത്തി, അത് വളരണം. അവിടെയും ദൈവസാന്നിധ്യം ഉണ്ടാവാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്.